ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് പ്രാഗൽഭ്യത്തോടെ കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ നാവുകളെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായം 3 വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ഈ ഒരു വേദഭാഗത്ത് പറയുന്നത് പൗലോസിനെയും ബർന്നബാസിനെയും കുറിച്ചാണ്. ഇവിടെ പൗലോസും ബർന്നബാസും പ്രാഗൽഭ്യത്തോടെ കർത്താവിന്റെ വചനം സംസാരിച്ചപ്പോൾ, കർത്താവിന് വേണ്ടി വാ തുറന്നപ്പോൾ, കർത്താവ് അവർക്ക് കൃപയുടെ വചനത്തിൽ നിന്ന് സാക്ഷി നിന്ന് അവരെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ അവർക്ക് വരം നൽകിയതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോ പലപ്പോഴും നമ്മൾ നോക്കുന്നത് വരങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ അത്ഭുതങ്ങളുമാണ്. എന്നാൽ വചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വിശ്വാസത്തോടെയുള്ള ഒരു ആദ്യ ചുവട് കർത്താവ് എപ്പോഴും നോക്കുന്നുണ്ട്. കർത്താവ് അത് ആഗ്രഹിക്കുന്നു, കർത്താവ് അതിന് നമുക്ക് തുണ നിൽക്കുന്നു. എന്നാൽ നമ്മളുടെ ലോക ചിന്തകൾ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ കരുതും എന്നുള്ള ഈ ലോക ചിന്തകൾ നമ്മളെ പലപ്പോഴും തടയാറുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആൾക്കാർ നമ്മുടെ അടുക്കൽ വന്ന് അവരുടെ സങ്കടം പറയുന്നത് പലപ്പോഴും നമ്മളൊരു വർത്തമാന വിഷയമാക്കി അല്ലെങ്കിൽ ഒരു സംസാര വിഷയമാക്കി അത് കഴിഞ്ഞ് നമ്മൾ മറന്നു പോകുന്നവരെ പോലെ ആകുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത് അത് ഓർത്തു വെച്ച് പ്രാർത്ഥിക്കുവാൻ, അവരോട് കർത്താവിനെ കുറിച്ച് വെറുതെ സംസാരിക്കുവാനല്ല, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ പ്രാഗൽഭ്യത്തോടെ നമ്മുടെ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളുടെ ചെറിയ കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ എങ്ങനെ നടത്തി, നമ്മുടെ വിഷമ അവസ്ഥകളിൽ, നമ്മുടെ രോഗാവസ്ഥകളിൽ, നമ്മളുടെ ബുദ്ധിമുട്ടുകളിൽ കർത്താവ് എങ്ങനെ വഴിയൊരുക്കിയെന്ന് നമ്മൾ മറ്റുള്ളവരോട് പ്രാഗൽഭ്യത്തോടെ പറയുമ്പോൾ അവിടെ കർത്താവ് അടയാളങ്ങൾ ചെയ്യും, കർത്താവ് വരങ്ങൾ നൽകും. നമുക്ക് നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ താഴ്ത്താം. അതിനുവേണ്ടി എങ്ങനെ അത് തുടങ്ങുവാൻ സാധിക്കും, എങ്ങനെ എനിക്ക് അതിലൊരു ചുവട് വെക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നൊരു വചനം നമുക്ക് ഇടവിടാതെ കാണുവാൻ സാധിക്കും. അത് നമുക്ക് ഉള്ള ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ബലമാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് നമ്മൾ ഭയപ്പെടാതെ നമ്മുടെ സാക്ഷ്യം മറ്റൊരാളോട് പറയുമ്പോൾ കർത്താവ് അവിടെ വിടുതൽ നൽകുവാൻ, കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ അതിന്റെ അടയാളം കർത്താവ് ചെയ്യുവാൻ നമ്മളെ ഉപയോഗിക്കുമെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കണം. കാരണം ഈ ലോകം നൽകുന്ന ഒരു ബലം പോലെയല്ല കർത്താവ് നൽകുന്ന ബലം. ഈ നൽകുന്ന ബലം ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നമ്മൾ വീണു പോകാനിടയാകും. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ബലം നമ്മുടെ മേൽ വരുമ്പോൾ, നമുക്കെതിരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പ്രതികൂലം വന്നാലും അതിന് നടുവിലും കർത്താവ് നമുക്ക് സമാധാനം തരുവാൻ മതിയായവനാണ് എന്നുള്ളൊരു സത്യം. ഈ ദിവസങ്ങളിൽ നമുക്ക് ചുറ്റും അനേകം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് അറിയുമ്പോൾ, നമുക്ക് പയ്യെ കർത്താവിന് വേണ്ടി പ്രാഗൽഭ്യത്തോടെ സംസാരിച്ചു തുടങ്ങാം. കർത്താവിന്റെ സാക്ഷികളായി നമുക്ക് നിന്ന് തുടങ്ങാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം നമുക്ക് പഠിച്ച് കർത്താവിന് വേണ്ടി എങ്ങനെ സംസാരിക്കാമെന്ന് വചനത്തിലൂടെയുള്ള കർത്താവിന് വേണ്ടി അറിയുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ എല്ലാവരിലും പകരട്ടെ. നമ്മുടെ വായെ നമുക്ക് തടുക്കാതെ കർത്താവിന് വേണ്ടി വാ വിസ്താരത്തിൽ തുറക്കുവാൻ നമ്മളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.